നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൺതുറന്ന് പിടിച്ചിരിക്കുന്ന നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി വീണ്ടും ഒരു ശാസ്ത്ര വിസ്മയത്തിന് വഴി തുറന്നിരിക്കുകയാണ്. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തു നിന്ന് എത്തിയ 3A അറ്റ്ലസ് എന്ന നക്ഷത്രാന്തര ധൂമകേതുവിനെ നിരീക്ഷിച്ച ജെയിംസ് വെബ് അതിൻ്റെ പ്രഥമ മിഡ് ഇൻഫ്രാറെഡ് രാസമുദ്രകൾ വിജയകരമായി രേഖപ്പെടുത്തി. ശാസ്ത്രലോകത്തെ ഏറെ ആവേശഭരിതമാക്കിയ ഈ പുതിയ കണ്ടെത്തലുകൾ പ്രശസ്തമായ ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സ് എന്ന ശാസ്ത്ര മാസികയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സൂര്യനെ വലം വച്ച് നമ്മുടെ സൗരയൂഥത്തിനും വെളിയിലേക്ക് മടങ്ങിപ്പോകുന്ന വേളയിലാണ് ഈ അപൂർവ ധൂമകേതുവിനെ ജെയിംസ് വെബ് വീണ്ടും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയത്. ദൂരദർശനിലെ അത്യാധുനിക സംവിധാനമായ മിഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് 2 വ്യത്യസ്ത തീയതികളിലായിട്ടാണ് ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. സൂര്യനിൽ നിന്ന് ഏകദേശം 32.9 കോടി കിലോമീറ്റർ അകലെയായിരുന്ന ഡിസംബർ 15-16 തീയതികളിലാണ് ആദ്യത്തെ നിരീക്ഷണം സാധ്യമാക്കിയത്. തുടർന്ന് 37.9 കോടി കിലോമീറ്റർ ദൂരത്തേക്ക് മാറിയപ്പോൾ രണ്ടാമത്തെ നിരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കി. മറ്റൊരു നക്ഷത്ര മണ്ഡലത്തിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു ബഹിരാകാശ വസ്തുവിൽ നിന്ന് നേരിട്ട് മീഥൈൻ വാതകം കണ്ടെത്തുന്നത് ശാസ്ത്ര ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അത്യന്തം ബാഷ്പീകരണ സ്വഭാവമുള്ളതും വളരെ പെട്ടെന്ന് ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറുന്നതുമായ ഒന്നാണ് മീഥൈൻ എന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. 3A അറ്റ്ലസ് ധൂമകേതുവിൽ മീഥൈൻ്റെ സാന്നിധ്യം വളരെ വൈകി മാത്രം ദൃശ്യമായത് അതിൻ്റെ ഘടനയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. ധൂമകേതുവിൻ്റെ ഉപരിതല പാളികൾക്ക് താഴെ ആഴത്തിലാണ് ഈ മീഥൈൻ ഐസ് രൂപത്തിൽ മറഞ്ഞിരിക്കുക. സൂര്യനോട് ഏറ്റവും അടുത്ത് വന്നപ്പോൾ ഉണ്ടായ കടുത്ത ചൂട് ധൂമകേതുവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ഐസിനെ ഉരുക്കി വാതകമാക്കുകയും ചെയ്തപ്പോഴാണ് മീഥൈൻ പുറത്തേക്ക് വമിക്കാൻ തുടങ്ങിയത്. നമ്മുടെ സൗരയൂഥത്തിലെ ധൂമകേതുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിലെ ജലത്തിൻ്റെ അളവിനേക്കാൾ മീഥൈൻ്റെ അളവ് അസാധാരണമാം വിധം കൂടുതലാണ് എന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൽ ഇത്തരം സവിശേഷതകളുള്ള വളരെ കുറച്ച് വസ്തുക്കളെ മാത്രമേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. മീഥൈന് പുറമെ ഈ ധൂമകേതുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ കൂടുതലാണെന്ന് ജെയിംസ് വെബ് സ്ഥിരീകരിച്ചു. സാധാരണയായി നമ്മുടെ സൗരയൂഥത്തിലെ ധൂമകേതുക്കൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനേക്കാൾ എത്രയോ മടങ്ങാണ് 3A അറ്റ്ലസ് പുറന്തള്ളുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെയും മീഥൈൻ്റെയും ഈ അസാധാരണമായ ആധിക്യം ഒരു കാര്യം അടിവരയിടുന്നു. ഈ നക്ഷത്രാന്തര ധൂമകേതു രൂപം കൊണ്ട പ്രപഞ്ച സാഹചര്യവും അതിൻ്റെ രാസഘടനയും നമ്മുടെ സൗരയൂഥത്തിലെ ഭൂരിഭാഗം ധൂമകേതുക്കളുടെയും ഉത്ഭവ സാഹചര്യങ്ങളിൽ നിന്നും ഘടനയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. പരദൂരങ്ങളിലെ ഏതോ പ്രപഞ്ച രഹസ്യങ്ങളുടെ പകർപ്പാണ് ഈ ബഹിരാകാശ യാത്രികൻ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. സൂര്യനിൽ നിന്ന് അകന്നു പോകുന്തോറും ഈ ധൂമകേതുവിൽ നിന്നുള്ള വാതക ഉൽപ്പാദനത്തിൽ വൻ ഇടിവ് സംഭവിക്കുന്നതായും ജെയിംസ് വെബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രകടമായ കുറവ് രേഖപ്പെടുത്തിയത് ജലബാഷ്പത്തിൻ്റെ അളവിലാണ്. സൂര്യനിൽ നിന്ന് ദൂരം കൂടുന്തോറും ധൂമകേതുവിന് ലഭിക്കുന്ന ചൂട് കുറയുകയും അതിൻ്റെ ഉപരിതലം അതിവേഗം തണുക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഇത് ഐസ് ഉരുക്കി വാതകമാകുന്ന പ്രക്രിയയുടെ വേഗത കുറയ്ക്കുന്നു. മീഥൈൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയെ അപേക്ഷിച്ച് ബാഷ്പീകരണ ശേഷി കുറഞ്ഞ ഒന്നായതുകൊണ്ട് തന്നെ തണുത്ത അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ വാതക രൂപീകരണം വളരെ പെട്ടെന്ന് തന്നെ നിലയ്ക്കുകയായിരുന്നു. മിഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മീഡിയം റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ വിവരങ്ങൾ കൃത്യമായി വേർതിരിച്ചെടുത്തത്. ഇൻഫ്രാറെഡ് പ്രകാശത്തെ അതിൻ്റെ വിവിധ തരംഗദൈർഘ്യങ്ങളായി വിഭജിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഉപകരണമാണിത്. ആകാശത്തിൻ്റെ ഒരു നിശ്ചിത ചെറിയ ഭാഗത്തെ ഓരോ ബിന്ദുവിലെയും പ്രകാശവിന്യാസം കൃത്യമായി പരിശോധിക്കുവാൻ ഈ സ്പെക്ട്രോമീറ്ററിന് സാധിക്കും. ഇതിലൂടെ ധൂമകേതുവിലുള്ള വാതകങ്ങളെ തിരിച്ചറിയാൻ മാത്രമല്ല അവ അതിൻ്റെ കേന്ദ്രത്തിന് ചുറ്റും എങ്ങനെയാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് കൃത്യമായി മാപ്പ് ചെയ്യാനും ഗവേഷക സംഘത്തിന് സാധിച്ചു. പ്രപഞ്ചത്തിൻ്റെ അതിരുകളില്ലാത്ത വിസ്മയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ശാസ്ത്രയാത്രയിൽ ജെയിംസ് വെബ് ദൂരദർശനിയുടെ ഈ കണ്ടെത്തൽ പുതിയൊരു നാഴികക്കല്ലാണ്. വെബ് ഡെസ്ക് തത്വമയി TV.